ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ചെക്കപ്പിന് പോയ വിശേഷങ്ങളും അതുപോലെ തന്നെ ബേബിക്ക് വേണ്ട സാധനങ്ങളും നമ്മൾ ഹോസ്പിറ്റലിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ രാവിലെ എണീറ്റ് ഇന്ന് നമുക്ക് ചെക്കപ്പിന് പോകാനുള്ള ദിവസമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുള്ള. അപ്പോൾ ഡോക്ടർ ഒരു 9:30 ആകുമ്പോൾ വരും. നമുക്കൊരു 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ ഇവിടുന്ന് ക്ലിനിക്കിലോട്ട് പോകാൻ. അപ്പോൾ വീക്കെൻഡിലാണ് നമ്മൾ പോകലത്, മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം. അപ്പോൾ അവർ കൂടുതലും ആ ഒരു സമയത്ത് ഉറങ്ങുകയാവും ചെയ്യുക. അപ്പോൾ ലെമിനി നമ്മൾ കൊണ്ടുപോകലൊന്നുമില്ല, അവൾ ഉറങ്ങുന്നൊരു സമയമായിരിക്കും അപ്പോൾ. പക്ഷേ ഇന്ന് അവൾ എണീറ്റിട്ടുണ്ട്, നേരത്തെ തന്നെ എണീറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവളെയും കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ 8th മന്ത് ലാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. 8th മന്ത് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ 9th മന്തിലോട്ടാവും. ഇപ്പം ഞാൻ ഈ പറയുന്ന സമയത്ത് 9th മന്ത് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ്, എന്താവും ഇനി നെക്സ്റ്റ് എന്താണ് എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ നമ്മളെ ക്ലിനിക്ക് എത്തിയിട്ടുണ്ട്, ഇതാണ് കേട്ടോ. നമ്മളെ അടുത്ത് തന്നെയാണ്, നമുക്കൊരു 5 മിനിറ്റേ ഉള്ളൂ ഈ ക്ലിനിക്കിൽ. ഇവിടെ ഡെലിവറിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് കൺസൾട്ടേഷൻ മാത്രമേ ഉള്ളൂ. ഇവർ വേറെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യലാണ്. അപ്പോൾ ചെന്ന പാടെ തന്നെ നമുക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഒത്തിരി ടൈം എടുക്കും കേട്ടോ, അതൊന്നും ഇല്ല, ജസ്റ്റ് സ്കാനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളായിരുന്നു ഫസ്റ്റ് പേഷ്യൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. അല്ല, നമുക്ക് മുന്നേ 2 പേരുണ്ടായിരുന്നു. അവരത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മളെ വിളിച്ചു. പിന്നെ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോരാൻ പറ്റി. അപ്പോൾ എന്തൊക്കെയാണ് അപ്ഡേഷൻസ് എന്ന് പറഞ്ഞാൽ, ബേബീൻ്റെ പൊസിഷൻ വരുന്നത് ഹെഡ് ഓൺ പൊസിഷനാണ്. ബേബി തല താഴായിട്ട് നിൽക്കുന്നത്. എനിക്ക് 7th മന്ത് തൊട്ടിട്ടേക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. നല്ല പെയിനും കാര്യങ്ങളും അതുപോലെ ഈ ഒരു പൊസിഷനിലായപ്പോൾ. ഇപ്പോൾ സ്റ്റിൽ ഇപ്പോഴും ആ ഒരു പൊസിഷനിൽ തന്നെയാണ്. നല്ലതാണ്, നോർമൽ ഡെലിവറിക്ക് അത് ചാൻസ് കൂടുതലാണ് അങ്ങനെ ആകുമ്പോൾ, അതുകൊണ്ട് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു വീക്ക് ആവുന്നത് വരെ നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്യണമെന്ന് മാത്രം. അങ്ങനെ പിന്നെ റൂമിലെത്തി കുറച്ച് നേരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ AC കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യണം കേട്ടോ ഇക്ക. അങ്ങനെ പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് വീക്കിലാട്ടോ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം വീക്കെൻഡിലാണ് നമുക്ക് പുറത്ത് ഇറങ്ങാനും ഷോപ്പിങ്ങിനും ഒക്കെ ഉള്ള ഓപ്ഷനുള്ളൂ. കാരണം ഇക്കാക്ക് അന്നാണ് ഒഴിവുള്ളൂ, അതുപോലെ മക്കൾക്കാണെങ്കിൽ സ്കൂളില്ലാത്ത ദിവസമാണ് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അന്നത്തെ ദിവസം ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ മോനാണെങ്കിൽ ഇവർക്ക് സ്കൂളിൽ ആനുവൽ ഡേ പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോനാണെങ്കിൽ ഡാൻസ് പ്രോഗ്രാമിനുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ പെർഫോമൻസ് ആണ്, അവരെ ഡാൻസ് പ്രോഗ്രാമാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോവാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. അപ്പോൾ അവിടെ എത്തിയ പാടെ പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ വന്നിരുന്നു കേട്ടോ. അവിടെ ഉണ്ടോ? അങ്ങനെ ഇവരെ പെർഫോമൻസ് കഴിഞ്ഞ പാടെ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് കയറിയ സമയത്താട്ടോ നല്ല കാറ്റും മഴയും ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ട് പന്തലൊക്കെ ആകെ പേടിച്ചു കേട്ടോ. ഉള്ളിൽ കയറിയോണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ പെട്ടില്ല. അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഒന്ന് അമർന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബടാ ഷോപ്പിംഗൊന്നും അല്ല കേട്ടോ. ഞാൻ അത്യാവശ്യം വേണ്ടത് എന്താണെന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ വേണ്ടതെന്നും അതുപോലെ ബേബിക്ക് എന്താ വേണ്ടതെന്നുള്ളതൊക്കെ ആ ഒരു ലിസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്കൊരു ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. മറ്റേതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, കയറി കഴിയുമ്പോൾ വലിയ ഷോപ്പല്ലേ, അങ്ങനെ നടന്ന് ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാനല്ലേ. അപ്പോൾ ഓരോന്ന് കാണുമ്പോൾ ഇത് എടുക്കാമല്ലേ, ഇത് നല്ല രസമുണ്ടല്ലേ, ഇത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വാരി വലിച്ചെടുത്ത് പോവും അറിയാതെ. അപ്പോൾ ലിസ്റ്റ് ആകുമ്പോൾ ആ ഒരു പ്രശ്നമില്ലേ, നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ അത് മാത്രം ഫോക്കസ് ചെയ്ത് അത് അവിടെ ഉണ്ടെങ്കിൽ, അത് നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അത് അവിടെ നിന്ന് എടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ ഇട്ടിട്ട്
പിന്നെ വേറെ ഷോപ്പിൽ നോക്കുക. അങ്ങനെ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ റിസീവിങ് ബ്ലാങ്കറ്റും അതുപോലെ ടവൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ നോക്കാമെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ എൻ്റെ കയ്യിലുണ്ട്, കാരണം ലാസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് അധികമൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ യൂസ് ചെയ്യാത്ത പല സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ടാണ് ബാക്കിയുള്ള സാധനങ്ങൾ നോക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വിൻ്റർ ടൈമാണ്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇനിയും തണുപ്പ് കൂടുകയാണ്. അപ്പോൾ എൻ്റെ ഡെലിവറിൻ്റെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേന് ഇൻഷാ അല്ലാഹ് നല്ല തണുപ്പിൻ്റെ ആ ഒരു സമയം പീക്കിലെത്തുന്ന ആ ഒരു ടൈമായിരിക്കും. പക്ഷേ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണ അങ്ങനെ തണുപ്പില്ല കേട്ടോ, ഇതുവരെ ഇല്ല. ഇനി എന്താണ് അറിയില്ല. അതുപോലെ എല്ലാ സാധനങ്ങളും കുറച്ച് ന്യൂട്രൽ കളേഴ്സായിട്ടാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അങ്ങനെയാണ് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കളറിൽ അങ്ങനെ വലിയ ഫോക്കസൊന്നും കൊടുത്തിട്ടില്ല. കണ്ടപ്പോൾ തന്നെ ഒരു ഫ്രഷ് ലുക്ക് കിട്ടുന്ന സാധനം, അല്ലെങ്കിൽ സാധനമല്ല, ഫ്രഷ് ലുക്ക് കിട്ടുന്ന ആ ഒരു കളറും കാര്യങ്ങളും, അതുപോലെ ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ കയ്യിൽ കിട്ടിയപ്പോൾ അപ്പോൾ അത് ഞാൻ വേഗം എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നും നോക്കിയാണ് വാങ്ങുന്നത്. പിന്നെ ചില സാധനങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭയങ്കര റേറ്റ് ആയിരിക്കും, എന്നാൽ ഒട്ടും ക്വാളിറ്റി ഉണ്ടാവില്ല. എന്നാൽ അത്യാവശ്യം നല്ല ബ്രാൻഡ് സാധനങ്ങൾ ഓഫറിൽ കിടക്കുന്നുണ്ടാകും. അപ്പോൾ നമ്മളത് നല്ലോണം തിരഞ്ഞാലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് കുറേ ടൈം പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഒത്തിരി ടൈമൊന്നുമില്ല. പിന്നെ നമ്മൾ കുറേ സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിക്കണമെന്നില്ല. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ പോലെയൊന്നുമല്ല. നാട്ടിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒരു ലോഡ് സാധനം കൊണ്ടുപോകണമല്ലോ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആഫ്റ്റർ ഡെലിവറി നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതൽ ആവശ്യം ഉണ്ടാവുക. അപ്പോൾ അത് ഒരുപാടൊന്നും നമ്മൾ വാങ്ങിക്കണില്ല. കാരണം ആഫ്റ്റർ ഡെലിവറി നമുക്ക് പിന്നെ വാങ്ങിക്കാമല്ലോ ഇൻഷാ അല്ലാഹ്. എന്നാലും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ വാങ്ങി വെച്ച് വാഷ് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചാൽ ഒരു സമാധാനമാണ്. കാരണം പെട്ടെന്ന് നമുക്ക് ആവശ്യം വന്നാൽ ഓടിപ്പോയി വാങ്ങാനോ എല്ലാം കൂടി ആകുമ്പോൾ ഇക്കാക്കായാലും ഒക്കെ ബുദ്ധിമുട്ടല്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഒക്കെ ഡെലിവറിക്ക് മുന്നേ തന്നെ ഒക്കെ റെഡിയാക്കി വെക്കൂലേ. നമ്മൾ കൊറോണയ്ക്ക് ശേഷമാണ് അധികം ഇങ്ങനെ എല്ലാവരും ഇത് ചെയ്യൽ തുടങ്ങിയത്. ആദ്യമൊന്നും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും സമ്മതിക്കൂല. അപ്പോൾ ഒരുപാട് സാധനമൊന്നും വാങ്ങുന്നതിനോടും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്താണോ അത് നമ്മളൊന്ന് കയ്യിൽ ആ ഒരു 2-3 ദിവസം നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടാവും അതൊക്കെ നമ്മൾ മുൻകൂട്ടി ഒന്ന് വാങ്ങി വെക്കുന്നത് കുറച്ച് നല്ലത് തന്നെയാണ്. അപ്പോൾ കൂടുതലും ഇവിടെ സ്ലീപ്പിംഗ് സ്യൂട്ട്സും കാര്യങ്ങളും, ഇവിടെ ഇപ്പോൾ വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ ന്യൂ ബോണിൻ്റെ സെഷനിലൊക്കെ വിൻ്റർ ടൈപ്പ് സാധനങ്ങളായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ തപ്പി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞത് കുറച്ച് പാടുള്ള പണിയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ ഒരു വിധം കിട്ടി. പിന്നെ ഇനി കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ ഇക്കാക്ക് വാങ്ങിച്ച് തരാമെന്നേ ഉള്ളൂ. ഇതിനിടയിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല മഴയും ഐസ് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വേഗം റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ റൂമിലെത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു കേട്ടോ. കാരണം എന്തൊക്കെ വാങ്ങി എന്നുള്ളത് ടിക്ക് ചെയ്തിട്ടാൽ മാത്രമേ ഇനി എന്താ വാങ്ങാനുള്ളത് എന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പേജ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ലെമിൻ്റെ സാധനങ്ങളുടെ ലിസ്റ്റാട്ടോ അതിലുണ്ടായിരുന്നത്. അവളുടെ ഇതിനും ഞാൻ ഈ ഒരു ഡയറി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്, എന്തൊക്കെ വാങ്ങി എന്തൊക്കെ വാങ്ങിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നും ഇനി വാങ്ങാനൊന്നുമില്ല. അപ്പോൾ ഇനി വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ വാഷിംഗ് മെഷീൻ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതായിരുന്നു. ഇപ്പോൾ പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അതൊന്നും ചെയ്യലില്ല, കുറേ ആയിട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വാഷിംഗ് മെഷീൻ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കൂലല്ലേ, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്യലുണ്ട്, ഇപ്പോൾ കുറേ ആയിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് കുറേ കാലമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യണം, ഡെയിലി വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നതാണെങ്കിൽ. പിന്നിപ്പോൾ ബേബിൻ്റെ ഡ്രസ്സായാലും എൻ്റെ ഡ്രസ്സിൽ, ബേബിയുടെ ഡ്രസ്സ് എന്നല്ല, നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടിരുന്നതല്ലേ. അപ്പം അത് അതിൻ്റെ ഉള്ളിൽ തന്നെ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ക്ലീനായി കിട്ടില്ല. അപ്പം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ. ഞാൻ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെന്താ, അപ്പോൾ അത് ക്ലീനായി ആയതിനു ശേഷം വേണം ഈ തുണികളൊക്കെ ഒന്ന് വാഷ് ചെയ്യാനും ഒക്കെ ഇടാനും. വാഷിംഗ് മെഷീൻ ഏതായാലും ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിന് എൻ്റെ ടൈം കഴിഞ്ഞിട്ട് ഒന്ന് ഓഫ് ആവട്ടെ, എന്നിട്ട് വേണം ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി വാഷിംഗ് മെഷീനൊക്കെ ഒന്ന് ക്ലീൻ ആയതിനു ശേഷം വേണം തുണികളൊക്കെ ഒന്ന് അതിലിട്ട് വാഷ് ചെയ്തെടുത്ത് ഉണക്കി അയൺ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ലെമിൻ്റെതും ലാസ്റ്റ് ഡെലിവറി അധികം ഒന്നും ആവാത്തതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, യൂസ് ചെയ്യാത്ത വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും പിന്നെ ഇപ്പോൾ വാങ്ങിച്ചതും എല്ലാം ഒന്ന് വാഷ് ചെയ്ത് ഉണക്കി വെക്കണം. ഇൻഷാ അല്ലാഹ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളത് വേറെ, ഇവിടെ വെക്കാനുള്ളതൊക്കെ ഒന്ന് വേറെ വെക്കണം. അപ്പം അതിന് മുന്നേ
എനിക്ക് വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. പിന്നെ മക്കളുടെ ഡ്രസ്സായാലും നമ്മളെ ഡ്രസ്സായാലും ഒക്കെ ആകെ മെസ്സായിട്ട് കിടക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം. അങ്ങനെ കുറച്ച് പറ്റുന്ന പണികളൊക്കെ, അതൊക്കെ നമുക്ക് പറ്റുന്ന പണിയല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി ഈസി ആവുമല്ലോ നമുക്കായാലും. അതുപോലെ ഇനിയിപ്പോൾ നമ്മളെ കൂടെയുള്ള ആളുകൾക്കാണെങ്കിലും എടുക്കാനും വെക്കാനും ഒക്കെ എളുപ്പമാവും. മക്കൾക്കാണെങ്കിലും ഒക്കെ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും നമുക്കും ഒക്കെ ഈസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു പണിയിലാട്ടോ. അപ്പോൾ ഞാനൊന്ന് വാർഡ്രോബും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. പിന്നെന്താ, അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോകളൊക്കെ. അപ്പോൾ ഞാൻ എന്തൊക്കെ വാങ്ങി എന്നുള്ളതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഇൻഷാല്ലാ പറ്റുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ കുറച്ച് സാധനങ്ങൾ കൂടിയൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇക്കാക്ക് വാങ്ങിച്ച് കൊണ്ടുവരാനുള്ള ടൈപ്പ് സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇനി കൂടുതൽ വിശേഷങ്ങളും അപ്ഡേഷൻസൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം. Till then, take care and bye. Assalamu alaikum.